ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഒരു പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്നത്തെ വ്ളോഗ് എന്ന് വെച്ചാൽ നമ്മൾ കസാഖിസ്ഥാനിൽ തിരിച്ച് നാട്ടിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ആദ്യം മസ്കറ്റ് പോയിട്ട് പിന്നെ അവിടുന്ന് കാലിക്കറ്റേക്കുള്ള ഫ്ലൈറ്റാണ് നമ്മൾ ചൂസ് ചെയ്തിട്ടുള്ളത്. അപ്പം എന്ന് വെച്ചാൽ ഈ ഫ്ലൈറ്റിൻ്റെ ഒരു ഒരു അവസ്ഥ കാണിച്ചു തരാം. ഇതിലാരുമില്ല, എല്ലാവരും ഫുൾ ചിൽ മൈൻഡ്. എല്ലാവരും അങ്ങോട്ട് ഇങ്ങോട്ട് നടക്കണേ, വർത്താനം പറഞ്ഞിരിക്കണേ. വേറെ ഒരുത്തുണ്ട് ഇവിടെ ബാക്കിൽ കിടന്ന് കടന്നുറങ്ങും. അങ്ങനെ ഒരു ഫ്ലൈറ്റ്. ഇത് നോക്കി, ഇതില് പാസഞ്ചേഴ്സും ഇല്ല, എന്താ പറയാ, ആകെ കുറച്ച് ആൾക്കാർ. ഇത്രയും വലിയ ഫ്ലൈറ്റില് വളരെ കുറച്ച് ആൾക്കാർ. ഞാനൊക്കെ നീണ്ടു നേർന്ന് കടന്നിട്ടുണ്ട്. പുറത്തേക്കുള്ള വ്യൂ കാണിച്ചു കേട്ടോ. ഫുൾ മഞ്ഞുമല മൊത്തത്തില്. നമ്മൾ നോക്കുന്ന സ്ഥലം മൊത്തം മഞ്ഞ്. എനിക്ക് ഈ ഫ്ലൈറ്റിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? ഫ്ലൈറ്റ് ആണോ ലൈൻ ബസ് ആണോ എന്നുള്ളൊരു ഡൗട്ട് ഉണ്ട്. നമ്മള് ഫ്ലൈറ്റ് മാറി കയറി പോകുന്നുണ്ടോ? ലൈൻ ബസ് ഫീൽ ചെയ്തിട്ട് വന്നേ മുതൽ കുറെ ടീം അവിടെ നിന്ന് കമ്പനി അടിച്ച് കിടക്കുക. കുറച്ച് നേരത്ത് നോക്കുമ്പോൾ അവിടെ ഫോട്ടോ ഒക്കെ ഉണ്ട്, നീച്ചിട്ട് യോന്നൊക്കെ ഇട്ടിട്ട്. ഏതോ രണ്ട് വയസ്സുള്ള ആൾക്കാർ. പിന്നെ കുറച്ച് കഴിയുമ്പോൾ ഫ്രണ്ടിൽ നിന്നിട്ട് ഓടി കളിക്കണ വേറത്തെ. ഇപ്പൊ ഞാനൊക്കെ എടുക്കണ ഇവിടെ ഇത് സീറ്റ് ഏതാണ്, ഞാൻ ഇവിടെ വന്നൊക്കെ എടുക്കണേ. നല്ല സുഖം. നമ്മള് സ്ലീപ്പർ ക്ലാസ് ആണ് എടുത്ത് തോന്നണേ. ഇംഷാക്ക് വന്നെ ഉറക്കം, ഫുൾ സെറ്റ്. ഈ ഫുഡ് ഉണ്ടാണോ? ഞാൻ ഇംഷാ നിൽക്കുന്ന കാണിച്ചരാ. സീൻ ഫ്ലൈറ്റ് ആട്ടത്. നമ്മൾ എന്ത് വില കൊടുത്ത് വാങ്ങിക്കും. ഇനി എപ്പോ ഈ ഫ്ലൈറ്റ് ബുക്ക് ചെയ്യാ. ഇങ്ങനത്തെ ഫ്ലൈറ്റുകളാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. നമുക്ക് എങ്ങോട്ടെങ്കിലും പോവാണെങ്കിലും എന്തിനാണെങ്കിലും. അതേപോലെ തന്നെ നമ്മൾ കസാഖിസ്ഥാനി എയർപോർട്ടിൽ നിന്ന് ഇങ്ങോട്ട് വന്നപ്പോൾ അവിടുത്തെ സെക്യൂരിറ്റീസ് ആണെങ്കിലും എന്താണെങ്കിലും ഭയങ്കര ഒരു ചിരിച്ച് കളിച്ച് സംസാരിച്ചിരിക്കണ്. അവിടെ ചെക്കിന് കാര്യങ്ങൾ അത് നടക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഓല അങ്ങോട്ട് സംസാരിച്ച് നല്ലതിൽ നമുക്ക് കണ്ടാൽ തന്നെ ഓരോ ഏതോ വല്ല എന്താ പറയുക, വലിയ ഫ്രണ്ട്സൊക്കെ ഇരുന്ന് സംസാരിച്ചിരിക്കുന്ന പോലെ തോന്നുന്നത്. നമ്മളൊന്ന് ചെക്കിന് ചെയ്ത് കയറിപ്പോയി. ഇപ്പം നമ്മളെ നാട്ടിലാണെങ്കിൽ നമ്മളെ നോക്കി തുറിച്ച് നോക്കി ആകെ സീനാക്കി കണ്ണൊക്കെ ഉരുട്ടി നിൽക്കണം അവിടെ. എന്താണ് ചെക്ക് ചെയ്യട്ട ബാഗ് അങ്ങോട്ടും ഇങ്ങോട്ട് പറഞ്ഞ് ഫുൾ സീനാവും. ഇത്രയും ചില്ലായിട്ടുള്ളൊരു എയർപോർട്ട് ഞാൻ സത്യമായിട്ട് ഇവിടെ കാണാം കേട്ടോ. ഒരു രക്ഷയില്ല, ഫുൾ ഫ്രീ, എല്ലാവർക്കും ഫ്രീ. അതേപോലെ തന്നെ ഈ ഫ്ലൈറ്റും ഇത് എന്താ സലാമേർ പറഞ്ഞ ഫ്ലൈറ്റ് ആട്ടോ അത്. നിങ്ങളിപ്പോൾ യാത്ര ആനന്ദകരമാക്കാൻ നമുക്ക് റിംഗിൾസ് ഒക്കെ തന്നിവിടെ. എങ്ങനെയുണ്ട് ഫ്ലൈറ്റ് ചെയ്താലും സീനല്ലേ? ഫ്ലൈറ്റ് സീനാണ്. ഉറങ്ങൊരു വിധമായി ഇപ്പൊ എണീറ്റ് ബോറടിക്കും. സിനിമ സെറ്റ് ചെയ്തിട്ടുണ്ട്, സെറ്റ് ആക്കിയിട്ട് ജിമ്മിൽ ഞാനും കൂടി കഴിക്കാൻ പോകും. അപ്പോൾ ഞങ്ങൾ മസ്കറ്റിലെത്തി. ഇവിടെ എത്തി ഇപ്പോൾ കയറാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇതിൽ വേറൊരു ടെസ്റ്റ് നടന്നിരിക്കണേ. നിഹാലിൻ്റെ വിസ ഇന്ന് രാവിലെ റെഡി ആയിക്കണേ. ഇന്നലെ റെഡി ആവേണ്ടതിന് പകരം ഇന്ന് രാവിലെ റെഡി ആയി. എന്നിട്ട് നിഹാൽ പോയിക്കണമെങ്കിൽ കയറാനും പറ്റൂല. പക്ഷേ ട്വിസ്റ്റ് ആയിക്കൊണ്ട് ഓൻ്റെ വിസ ഇന്നാണ് റെഡി ആയത്. ഇന്നലെ ടിക്കറ്റ് എടുത്ത് ഇന്നാണ് വിസ റെഡി ആയത്. അതുകൊണ്ട് ഓന് പോകാൻ പറ്റാത്ത വിഷമം നല്ലോണം ഉണ്ട്. ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. വിസ റെഡി ആവുകയും ചെയ്ത് പോകാനും പറ്റില്ല. ആകെ ഷോക്കായി. ഇപ്പൊ എന്നിട്ട് നിന്ന് ടിക്കറ്റ് ഇങ്ങോട്ട് എടുക്കുകയും ചെയ്ത് മൊത്തം ക്ലാസ് അവിടെ ഒരു 3-4 ടിക്കറ്റ് അങ്ങോട്ടും കൂടെ എന്തൊക്കെ കാട്ടി. നല്ല സമയം. അപ്പോൾ ലോട്ടറി എടുത്തു, ലോട്ടറി എടുത്താൽ 100 പൊട്ടു. ഞങ്ങളേതായാലും ഇനി ഇവിടുന്ന് നേരെ കോഴിക്കോട് പുലർച്ചെ 3:30 എത്തും. പക്ഷെ വേറൊരു കാര്യം എന്താ വെച്ചാൽ ഹനാനും ഷാനും എത്തുന്നത് 9:00 ഞങ്ങൾ നേരത്തെ എത്തും ചെയ്യും. എന്തൊക്കെ നടക്കണേ നാട്ടിക്ക് എത്തി എങ്ങനെയൊക്കെ എത്തും എല്ലാരും കൂടി എത്തും. അപ്പോൾ എന്തായാലും നമ്മൾ ഒരു വരാൻ പോലെ പിക്ക് ചെയ്യാൻ പോകുന്നതും ഒക്കെ അതും കൂടി ഒന്ന് കാണാം. അപ്പോൾ ഗായ്സ് നമ്മൾ നാട്ടിലെത്തി. പിന്നെ വൈകുന്ന ഫോണ് ചാർജ് ചെയ്യാതെ ഓഫായിട്ടോ. ബാക്കി വ്ളോഗൊന്നും എടുക്കാഞ്ഞത്. എന്താ എനിക്കൊരു ചെയ്യണം? നമ്മളെങ്ങോട്ടാ പോണേ?
നമ്മളെ ബാക്കി 2 ആൾക്കാരുണ്ട്, ബാക്കി കരുക്കളെ പിക്ക് ചെയ്യാൻ പോവാണ്. നമ്മളെ കൂടെ സൽമാൻ ഉണ്ട്, കോൾഡ് പ്ലേ പ്ലെയർ. അടുത്ത കോൾഡ് പ്ലേ ഉണ്ടോ? സൽമാൻ കോൾഡ് പ്ലേക്ക് പോവാണ്. അതെ, പ്രാർത്ഥിക്ക. ഞങ്ങള് ഷാനുവിന്റെ അവിടെയാണ് കേട്ടോ. ഷാനുവിന്റെ അവിടുന്ന് നീ വണ്ടി ഞങ്ങള് ഷാനുവിന്റെ വീട്ടിലായിരുന്നു. ഷാനുവിന്റെ വീട്ടില് വന്നിട്ട് കുറച്ചേരം ഒന്ന് കടന്ന് പിന്നെ ഓരെ കൊണ്ടുവരാൻ പോണേ. ഞങ്ങളവിടെ ആദ്യത്തെ സമയം ഒരു 9:10 മണി ആവാനായി. ഷാനുവിനെ ഞാൻ എടുക്കാൻ വേണ്ടി പോവാണ്. എന്തായാലും നമുക്ക് അവിടെ എത്തിയിട്ട് ബാക്കി കാണാം. പൂക്കി സൈഡായിട്ടോ, പൂക്കി നീച്ചണില്ല. നിഹാൽ പൂക്കി, എണീക്കു നിഹാൽ പൂക്കി. സൽമാൻ ഒരു ക്യൂട്ടല്ലേ? ഹെയർ സ്റ്റൈലൊക്കെ മാറ്റിട്ടോ സൽമാന്. അതുകൊണ്ടാ കൊറിയൻ സ്റ്റൈൽ ഗോൾഡ് പ്ലേ സ്റ്റൈലാക്കി. ഗോൾഡ് ഡിസ്പ്ലേ ഒരു പേര് വിളിച്ചെന്ന് ഓഫാക്കി. നമ്മൾ എയർപോർട്ടിൽ എത്തിട്ടോ. എയർപോർട്ടിൽ കയറാണ്. ഓക്കെ, അതാ നല്ലത്. ഗായ്സ്, അവർ വരുന്നു ഗായ്സ്. എന്ത് സൈഡ് മുത്തേ? അത് വിശദമായിട്ട് സംസാരിക്കാം. അവരെത്തി സാധനങ്ങളൊക്കെ കയറ്റാട്ടോ. അതെ, ഒമാന് അല്ലേ? ഓക്കെടാ, ബൈ ബൈ. തണുപ്പൊക്കെ അല്ലേ? കോൾഡ് പ്ലേ അല്ലടാ, പോയിട്ടില്ല. പോവാൻ നിൽക്കണോ? 26-ാം തീയതി. അതും ഒരു 26-ആണ്. ഒരു കാക്കനടേ കുറച്ച് സോപ്പ് ഉണ്ട് എന്റെ കജ്ജി തരട്ടെ ചോദിച്ചാ. സോപ്പ് ഞാൻ പൊടിച്ച കൊഴപ്പല്ല, സോപ്പിനുള്ള വല്ല എന്തേലും വെച്ചാ വെറുതെ പോരാ നേരത്തെ എന്തേലും വരും. വെറുതെ ലാസ്റ്റില് ആ കാക്ക ഉണ്ടായിട്ടുള്ളൂ. ആ സത്യം, നമ്മള് KFC പോയി ഫുഡൊക്കെ കഴിച്ചു. നമ്മള് ഭക്ഷണം കഴിച്ചു കേട്ടോ. ഫുള്ള് പൂട്ടി, ബോർഡൊക്കെ പൂട്ടി ക്ലോസ് ചെയ്ത് വായിച്ചു പോകാൻ കൊലത്തിലായി. ആഗ്രഹ പിടി അല്ലാ നാട്ടിൽ പോട്ടെ, കൊറേ ദിവസമായി ഇതിലൊക്കെ കറങ്ങി നടക്കണെന്നൊക്കെ പറഞ്ഞു. ഒന്ന് ഞാനും ഓലും പിന്നെ സോപ്പ് പിടിച്ചാന്ന് ആക്കി. സോപ്പ് പിടിച്ചന്ന് കാക്കി നാട്ടിക്ക് ഒരാളാ. അപ്പൊ കാക്കാന്ന് സോപ്പ് പിടിച്ചാ കാക്ക ഓവർ ലഗേജാണ്. പിന്നെ ഒരു കാക്കാന്റെ വണ്ടി പോയിട്ടോ. വണ്ടി പോയി പറഞ്ഞാല് ഒരു വലിയ വണ്ടി, മറ്റേ കാഞ്ഞിരത്തിന്റെ വണ്ടി വന്നിട്ടുണ്ട്. അത് ലഗേജിൽ കയറ്റണമെങ്കിൽ 240 രൂപയാണ് പറഞ്ഞു. പാക്ക് ചെയ്തിട്ട് കയറ്റാറ്റുള്ളൂ പറഞ്ഞു. അല്ല, ഞങ്ങളെ ഇതിലൊരു വടി വന്നിരുന്നല്ലോ. ഞങ്ങളില് ഞാൻ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട്. വീഡിയോ ഉണ്ട്. വടി എന്നിട്ട് കാക്ക എന്ത് തരോ, ലഗേജ് വേണമെങ്കിൽ കൈ പിടിച്ചോളാം പറഞ്ഞു. പക്ഷെ കൈ പിടിച്ച് കയറ്റിട്ടില്ല. അങ്ങനെ അവിടെ എടുത്ത് വെച്ച് കാക്ക ഇങ്ങനത്തെ ഇതന്നെ വന്നാലേ ഞാൻ എന്ത് വരുന്നേ വിചാരിച്ചെടുത്താ. അല്ല നമ്മളതല്ല, വേറെ വണ്ടിയാവും. എടാ ഇയാളെ വടി പോയിട്ട് വൻ സീൻ. മൂപ്പര് ദുബായ് രാജാവിനെ വിളിച്ചില്ലെന്നുള്ളൂ, ബാക്കി എല്ലാരും വിളിച്ചു. ഉറക്കെ ഫ്ലൈറ്റ് ഫുൾ കോമഡി. എന്റെ വടി പുറത്താണ്, എന്നെ വിടുന്നില്ല. എങ്ങനെയാ വിടുക? ഫ്ലൈറ്റ് അടച്ചാല് ഫ്ലൈറ്റ് സൈഡാക്ക്. അല്ല, ഫ്ലൈറ്റ് സൈഡാക്കാൻ പറ്റൂലല്ലോ. ആ എയർലൈൻസിന്റെ ആൾക്കാരെ ലാസ്റ്റ് ഞാൻ പറഞ്ഞു ഫ്ലൈറ്റ് തന്നെ എടുത്തു. ആളെ റേഞ്ചാണ് പോട്ടെ അറിയാം. എന്നിട്ട് കട്ടായി കോള് നിക്കട്ടെ അറിഞ്ഞു. മനുഷ്യന് തല പീരാതായിക്ക. അയാളില്ലേ ഫ്ലൈറ്റിന്റെ അവിടെ ഇങ്ങോട്ട് ഫോം വിളിച്ചു പോവാ. അതായത് ആ തലക്കറി വിളിച്ചു. എന്റെ വണ്ടി എയർപോർട്ടിൽ വന്ന് എടുക്ക്. എങ്ങനെയാ ബോർഡിങ്ങിന്റെ അവിടെ വന്ന് വണ്ടി എടുക്കുക? അതിന് ടിക്കറ്റ് എടുത്തോലല്ലേ അങ്ങോട്ട് വിടുള്ളൂ. ഇമിഗ്രേഷൻ കഴിഞ്ഞിട്ട് കുടുംബക്കാരെ വിളിച്ച് ചൂടായിട്ട് കാര്യമുണ്ടോ? ഓരോ കാക്കമാരും
ഒക്കെ നമ്മളെ നാട്ടുകാരാണ്. അൽഹംദുലില്ലാ എല്ലാരുടെ ഇടയിലും മാനം കെട്ടി കറക്റ്റ് കൊണ്ടോട്ടി ഫ്ലൈറ്റ്. ഒന്നും പറയാല്ല. കാക്ക അങ്ങോട്ടും ഇങ്ങോട്ടും ആ തലക്ക് നീ തലക്ക് വരെ കോള് കുടുംബക്കാരെ ഫുള്ള് വിളിച്ചെന്റെ എയർപോർട്ടിൽ ഇങ്ങോട്ട് നടക്കും. നിൽക്കാൻ പറ്റുക. ലാസ്റ്റ് ചെക്കൻ പറഞ്ഞു ലാസ്റ്റ് ഇവര് പറഞ്ഞ അടുത്ത ഫ്ലൈറ്റ് നീ എങ്ങനെങ്കിലും എത്തിച്ചേരാറുണ്ട്. അതിന്റെ സൂപ്പർവൈസർ ഉള്ളിന്നൊക്കെ വന്ന് ഇയാൾ ഒച്ചമുളിയുണ്ട്. ഇരുന്നിട്ടും ലാസ്റ്റ് ഫ്ലൈറ്റ് പോയിക്കപ്പോ രാത്രി ഉണ്ട് വടി ഉറക്കത്തില് എഴുത്തുള്ളൊക്കെ ചെറുക്കുണ്ട്. എടാ നിയാലിന് ഭയങ്കര സങ്കടം ഉണ്ടാവില്ല പോന്നിട്ട്. എന്താ അറിയില്ല, എന്ത് സങ്കടം മുത്തേ. അവന്റെ കണ്ണൊക്കെ ഇപ്പോഴും അങ്ങനെ തന്നെ. ഉറങ്ങിട്ടാണ്. ഓഫീസിലെ പോണേ കുറച്ച് ലോണ് കിട്ടാണ്ട്. നിയാലിന്റെ രാവിലെ എത്തിയപ്പോണ്ടേ ദുബായില് 6:30 എത്തിയപ്പോ ഒരു വിസ കയറി ലത്തീഫ് കണ്ടിട്ട് കരയുടെ മോചി കൊണ്ട് അയ്യോ എന്റെ പൊന്നേ എന്താ അവസ്ഥയാണല്ലോ, എന്താ അവസ്ഥയാണ്. നിയാലിന്റെ വിസ ഉണ്ട്. വിസോൺ അറൈവലായി വന്നു രാവിലെ 6 മണിക്ക്. പക്ഷെ ഓൻ കയറിയില്ലേ ഇനി വിസ രാവിലെ ഇവിടെ എത്തി. പക്ഷെ ഞങ്ങളെ ഭാഗ്യം നമ്മളത് അങ്ങനെയുണ്ട് ഫുഡ്. സ്വർഗം കണ്ട ഫീല് മുത്തേ. ഇത് സ്വർഗം കണ്ടിട്ടോ. കാണിച്ചു കൊടുത്തേ. പിന്നെ ഡൽഹിന്ന് കണ്ടില്ലടാ സ്വർഗം. നമ്മളിപ്പോ ഷാനുവിന്റെ വീട്ടില് അടമ്മ നല്ല ഫുഡ് ഒക്കെ ഉണ്ടാക്കി തന്ന സെറ്റ് ആയിക്കണം. അങ്ങനെ വന്ന് ഫുഡ് തിന്നിട ചങ്ങായി. പെരി പോണ്ടേ ബാ ബാ. അവിടുത്തെ ഞങ്ങളെ മിസ് ചെയ്തിനോ? ഞങ്ങളെ മിസ് ചെയ്തിനോ? പിന്നെ എന്ത് മിസ് ചെയ്ത്? നിങ്ങള് പെരയില്ല തന്നെ. അത് ശരി, ഒറ്റക്കായോ? പെരയിൽ എത്ര ദിവസം ഒരാഴ്ചക്ക് ഒറ്റക്ക് ആരും ഇല്ലപ്പോ അവിടെ. മെജിപ്പിച്ചിണ്ടായിനി. പിന്നെ ഞാനുണ്ടായിനി മുകളിലെ രാത്രിയില്ലാതെ ശബ്ദം അതില്ലേ നിലച്ചു. പൂർവാധി ശക്തിയോടെ ഇനി തിരിച്ചു വരാണ് ഒച്ചിമ്പളി അല്ലേ? നമ്മൾ വീട്ടിലെത്തി. ഇവിടെ ഉണ്ട് യാറൂസ് ഉണ്ട്. യാറൂസേ കാക്കു എന്താ എനിക്ക് കൊണ്ടുവന്നേ? ആ ആ ബിരിയാണിയോ? ബിരിയാണി ഞാൻ കൊണ്ടുവന്നേ. ബിരിയാണി ഞാൻ കൊണ്ടുവന്നേ. പൊട്ടത്തിയ എന്താ കൊണ്ടുവന്നേ? കൊക്കോണോ പോപ്കോണോ? അല്ല, വേറെന്താ കൊണ്ടുവന്നേ? മുട്ടായി കൊണ്ടുവന്നില്ലേ കാക്കു? കൊറേ മുട്ടായി കൊണ്ടുവന്നില്ലേ? താങ്ക് യു. അപ്പൊ എല്ലാരും വ്ളോഗ് സബ്സ്ക്രൈബ് ചെയ്യുക. പറയും എല്ലാവരും ലൈക്ക് ചെയ്യുക. എല്ലാവരും കമന്റ് ചെയ്യുക. താങ്ക് യു. ഒരു കൊടുത്താ ഫോണുമേ. ടാറ്റാ ബൈ ബൈ അറിയാം.